കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. വചനം പഠിക്കുന്നതോടുകൂടി തങ്ങളുടെ കുടുംബങ്ങളിലും തങ്ങളുടെ സമൂഹത്തിലും തങ്ങളുടെ ഇടവകയിലും അതൊരു വലിയ അനുഗ്രഹമായി മാറുന്നു എന്ന് ഓരോ അമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നും പുതിയ 3 ടീമുകൾ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2വിന്റെ വേദിയിലേക്ക് രണ്ടാമതും എത്തിയിരിക്കുകയാണ് നിങ്ങൾ, അല്ലേ? എന്ത് തോന്നുന്നു? അതിയായ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു അനുഭവം? അടുക്കളയിലെ അമ്മമാരായി കഴിഞ്ഞ ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ വ്യത്യാസം, ഒരു പുതുമ ഞങ്ങളിൽ അനുഭവപ്പെട്ടു. വചനം കൂടുതലായി പഠിച്ചതോടുകൂടി നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായ ഒരു വ്യത്യാസം ഒന്ന് ഷെയർ ചെയ്യാം. സങ്കീർത്തകൻ പറയുന്നത് പോലെ, നിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വചനം കൂടുതൽ വായിക്കുവാനും, സാധാരണഗതിയിലെ പള്ളിയിലും എവിടെയെങ്കിലും ഒക്കെ വചനം കേൾക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്പം എവിടെ നിന്ന് വചനം കേട്ടാലും അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ തന്നെ വീടുകളിലാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമൊക്കെ മാറിയിട്ട് വളരെ മയമായിട്ട് എല്ലാവരോടും പെരുമാറാനും പ്രതികൂല സാഹചര്യങ്ങളെ വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തരണം ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സമ്മാനം കിട്ടിയില്ലെങ്കിലും വചനം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഈ അമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായും. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ ലോട്ട് എടുക്കാം. ഏത് ടേബിളാണ് നിങ്ങളുടേതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നിട്ട് ഒരു ലോട്ട് എടുക്കുക. യെസ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ടേബിള് 2 ആണ്. സന്തോഷമാണോ? സന്തോഷം. 2 ടേബിള്. ആയിക്കോട്ടെ, അടുത്ത ടീം റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് വരുന്നു. മണ്ണാർക്കാട്. നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? ഞങ്ങളവിടെ ഏകദേശം 400 കുടുംബങ്ങളോടുണ്ട്. 400 കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ വളരെ സന്തോഷത്തോടെയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അതെ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? വചനം കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാനും ഒക്കെ സാധിച്ചു. വചനം വായിക്കുന്നതോടൊപ്പം തന്നെ വളരുന്നതാണല്ലോ പറയുന്നത്. അതെ. അപ്പം വചനം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വചനം മനസ്സിലാക്കാനും ഈശോയെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ഇടപെട്ട എന്തെങ്കിലും ഒരു അനുഭവം നമ്മളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ആർക്കെങ്കിലും? എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ജീവനുണ്ടെന്ന് ആരും വിശ്വസിക്കാത്ത വിധത്തിലായിരുന്നു വണ്ടി കടന്നിരുന്നത്. എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് ഡോക്ടർ വണ്ടിയുടെ ഉള്ളിലുണ്ടോയെന്ന് അത്ഭുതപ്പെട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് വന്നത്. അപ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ ദൈവം മാതാവ് കാത്ത് രക്ഷിച്ചു. എന്നും പള്ളിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് എന്നും ക്ലിനിക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് മാതാവ് കാത്ത് സംരക്ഷിച്ചു. നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ മാതാവ് നമ്മളെ എപ്പോഴും പൊതിഞ്ഞു നിർത്തും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ്
ഇവരിപ്പോൾ നമ്മുടെ മുൻപിൽ പങ്കുവെച്ചത്. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ മുൻപിൽ ഒരു ലോട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ലോട്ട് എടുക്കുക, നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കുക, വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെ ടേബിളാണ്. ഹാപ്പിയാണോ? സന്തോഷം. യെസ്. ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവനെ ഉള്ളം കൈയിൽ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നാം ഇപ്പോൾ കേട്ടത്. അടുത്ത ടീം റെഡിയാണ്. നമുക്ക് അവരെ സ്വീകരിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലമ്പുഴ സെന്റ് ജൂഡ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ചും കൂടെ ഫ്രീ ആണ്. കൂടുതലായിട്ട് വചനം പഠിക്കാനും വചനത്തെ പറ്റി അറിയാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ടി വിയിലൊക്കെ കണ്ടപ്പോൾ കുടുംബങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും ഒക്കെയുള്ള ഒരു റെസ്പോൺസ്? ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ടി വിയിൽ വരുന്നത്. അപ്പോൾ കുറേ പേർക്ക് ടി വിയിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് സമ്മാനം മേടിച്ചതിൻ്റെയും എല്ലാം ഇടവകാംഗങ്ങൾക്കും എല്ലാം വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും അഭിനന്ദിച്ചു. നിങ്ങളുടെ മാതൃവേദിക്ക് ഇതൊരു ഉണർവായിരുന്നു അല്ലയോ? ഉണർവായിരുന്നു, വലിയൊരു ഉണർവായിരുന്നു. കാരണം ഇത്രയും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതും അതിൽ പങ്കെടുത്ത് 2ാമത്തെ റൗണ്ടിലേക്ക് സെലക്ട് ആവാൻ സാധിച്ചതും എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. നിങ്ങൾ എടുത്ത എഫേർട്ട് ഒരിക്കലും നഷ്ടമാകുന്നുമില്ല. നമ്മൾക്ക് ലോട്ട് എടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. ഒന്നോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1ാമത്തെ ടേബിളാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഏതാണ് ലഭിച്ചത്? 3ാമത്തെ. നൽകിയ പാഠഭാഗങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കി ഇന്നും നമ്മോടൊപ്പം 3 ടീമുകളുണ്ട്. ടീം ജെല്ലിപ്പാറ, ടീം മലമ്പുഴ, ടീം മണ്ണാർക്കാട്. തീർച്ചയായും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുമായി നമ്മുടെ ക്വിസ് മാസ്റ്റർ ഇവിടെ കാത്തുനിൽപ്പുണ്ട്. നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വെൽക്കം ചെയ്യാം. റെവറൻഡ് ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം അനാവരണം ചെയ്യപ്പെട്ടത് മനുഷ്യാവതാര രഹസ്യത്തിലാണ്. ദൈവപുത്രനായ ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോഴാണ് ലോകം ദൈവത്തിൻ്റെ മുഖം കണ്ണുകൾ കൊണ്ട് കണ്ടത്. വചനം പഠിക്കുമ്പോൾ വചനം മാംസമായി തീർന്ന ഈശോയെ തന്നെയാണ് നാം കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്. വചനത്തിൻ്റെ അനുഭവത്തിൻ്റെ ഈ മണിക്കൂറുകളിലേക്ക് ഏവർക്കും സുസ്വാഗതം. മത്സരം ആരംഭിക്കുമ്പോൾ ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. നിങ്ങൾക്ക് 3 ടീമുകൾക്കും ഈ മത്സരം പരിചിതമാണ്. ടീം മലമ്പുഴ, ജെല്ലിപ്പാറ, മണ്ണാർക്കാട്. നിങ്ങളൊക്കെ തൊട്ടുമുൻപത്തെ മത്സരത്തിലൂടെ കടന്നുപോയി വിജയ ശ്രീലാളിതരായവരാണ്. ആരംഭിക്കും മുൻപ് ചോദിക്കട്ടെ, ടീം മലമ്പുഴ കഴിഞ്ഞ മത്സരത്തിൽ എത്രാം സ്ഥാനമായിരുന്നു? 1ാം സ്ഥാനമായിരുന്നു. 2ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? കൂടുതലായി ബൈബിൾ പഠിച്ചു. ബൈബിൾ പഠിച്ചു. ടീം ജെല്ലിപ്പാറ, പുതിയ റൗണ്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം കൂടുതൽ ഒരുങ്ങിയത്? ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബൈബിളും CCC എല്ലാം ഒന്നുകൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചു. മണ്ണാർക്കാട്, CCCയുടെ പഠനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിരുന്ന് പഠിച്ചിട്ടുണ്ട്. ശരി. മത്സരം ആരംഭിക്കും മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. ഇത് 5 റൗണ്ടുകളുള്ള ഒരു മത്സരമാണ്. സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ളതുപോലെ 30 പോയിന്റുകളാണ് ഒരു ചോദ്യത്തിന് നേരിട്ട് ലഭിക്കുക. തുടർന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചോദ്യമാണെങ്കിൽ അത് 20 പോയിന്റായി കുറഞ്ഞെന്നിരിക്കും. ഒരു ചോദ്യം നേരിട്ട് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സാധാരണ സമയം 30 സെക്കൻഡുകളാണ്. മാറ്റമുള്ളത് അതാത് റൗണ്ടുകളിൽ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് അവശ്യ സമയത്ത് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. നമ്മൾ 1ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പരമാവധി പോയിന്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സമയമാണ്, റൗണ്ടാണ് ഇത്. ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ടീമിനോട് ചോദ്യം നേരിട്ട് ചോദിക്കും. അവർ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങൾക്കറിയാവുന്ന ഉത്തരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കടലാസിൽ രേഖപ്പെടുത്തും. അതിനുശേഷം ചോദ്യം നൽകപ്പെട്ടിരിക്കുന്ന ടീം തങ്ങളുടെ ഉത്തരം പറയും. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് തരും. ഇനി അതേ തുടർന്ന്
രണ്ടാമത്തെയും മൂന്നാമത്തെയും ടീമുകൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും. നിങ്ങളുടെ ഉത്തരവും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റുകൾ വീതം ലഭിക്കും. അങ്ങനെ എല്ലാ ചോദ്യങ്ങളിലും 3 ടീമുകൾക്കും പോയിന്റ് നേടാനുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ഈ റൗണ്ട് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമല്ലേ? എല്ലാ റൗണ്ടിനും എല്ലാ ചോദ്യത്തിനും പോയിന്റ് കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം അത് ടീം മലമ്പുഴയ്ക്കുള്ളതാണ്. ടീം മലമ്പുഴ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈശോ തൻ്റെ 72 പേരെ അയക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ അയക്കുമ്പോൾ ഈശോ അവർക്ക് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രവേശിക്കുന്ന വീടിന് സമാധാനം എന്ന് ആശംസിക്കണം, നൽകപ്പെടുന്നത് ഭക്ഷിക്കണം, വീട് തോറും ഇങ്ങനെ കറങ്ങി നടക്കരുത്, ഇങ്ങനെ തുടങ്ങുന്ന കുറേ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ എന്ത് ചെയ്യണം അഥവാ അവരോട് എന്ത് പറയണമെന്നാണ് ഈശോ ഈ 72 പേരോട് കൽപ്പിക്കുന്നത്? ആലോചിച്ചു. ബൈബിള് മുഴുവൻ എഴുതുവാണോ അവര്? ടൈം ഓവർ. ടീം മലമ്പുഴ, ഉത്തരം അറിയാമോ? അറിയാം. ഉത്തരം പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. അച്ഛനൊട്ട് സമ്മതിക്കുന്നുമില്ല. ശരി, പറയൂ. അവർക്കെതിരായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. അവർക്കെതിരായി നിങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും തട്ടിക്കളയുവനെന്നാണ് ഈശോ തൻ്റെ ഈ 72 ശിഷ്യന്മാരോട് പറയുന്നത്. അത് അവരോട് മാത്രമല്ല, 12 ശിഷ്യന്മാരെ തനിക്ക് പിന്നാലെ അയക്കുമ്പോഴും ഈശോ അത് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയുന്ന ഒരു കാര്യം, സുവിശേഷം പ്രസംഗിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് ഈ വചനഭാഗം സംസാരിക്കുന്നതെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. അവർ യാത്രയ്ക്ക് ചെരുപ്പോ വടിയോ ഒന്നും എടുക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരെക്കുറിച്ച് മാത്രമാണ് എന്നാണ്. സത്യത്തിൽ അതൊക്കെ അവരെക്കുറിച്ച് പറയുന്നതാണ്. അവരോട് പറയുകയാണ്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മറുവശം, സുവിശേഷം കേൾക്കാനിരിക്കുന്നവർ, ജനം, അവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും ശക്തമായി കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് 4-ാമത്തേതാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗത്തിലുള്ളത്. ഈശോ അവരോട് പറയുകയാണ്, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നഗരത്തിന് പുറത്തിറങ്ങിയിട്ട് അവരോട് തിരിഞ്ഞു പറയണം, നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും ഞങ്ങൾ തട്ടിക്കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, നിങ്ങളുടേതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്നാണ്. എന്നിട്ട് ഈശോ അതിനെ തുടർന്ന് എങ്ങനെയാണത് പറയുന്നത്? ആ നഗരങ്ങളുടെ സ്ഥിതി സോദോം ഗൊമോറയേക്കാൾ ഭീകരമായിരിക്കും എന്നുള്ളതാണ്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. സ്കോർ ബോർഡ് നിങ്ങൾ തുറന്നിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറ, എന്താണ് സ്ഥിതി? നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ പാദങ്ങളിലെ അതുവരെ എത്തിയുള്ളൂ. നിങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരെ തട്ടി, പൊടി അവിടെ തന്നെ തട്ടിയിടണം. ശരി, ടീം മണ്ണാർക്കാട്, എന്താണ് എഴുതിയിരിക്കുന്നത്? ആ നഗരത്തിൽ നിന്ന് നിങ്ങളുടെ കാലുകളിൽ പറ്റിയിരിക്കുന്ന പൊടി അവർക്കെതിരെ അവിടെ തട്ടിക്കളയണം. ടീം ജെല്ലിപ്പാറയ്ക്കും ടീം മണ്ണാർക്കാടിനും 20 പോയിന്റുകൾ വീതം നൽകുകയാണ്. നിങ്ങൾ പൂർത്തീകരിച്ചില്ല എങ്കിലും അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം ജെല്ലിപ്പാറയ്ക്കാണ്. ചോദ്യം ഇതാണ്: ഈശോ തനിക്ക് മുൻപേ തൻ്റെ ആഗമനത്തെക്കുറിച്ച് പ്രഘോഷിക്കാനായി അയച്ച 72 പേർ, അവർ സുവിശേഷമൊക്കെ പ്രഘോഷിച്ച് ആഹ്ലാദഭരിതരായി മടങ്ങി വന്നു. കാരണം സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നതൊക്കെ അവർ കണ്ടു. അവരുടെ ശക്തിയും അധികാരവും ഒക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ആഹ്ലാദഭരിതരായിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷേ ഈശോ അവരോട് പറഞ്ഞത് മറ്റൊന്നാണ്. എന്താണ് ഈശോ അവരോട് പറഞ്ഞത്? അവരുടെ സന്തോഷം കണ്ടിട്ട് ഈശോ അവരോട് പറഞ്ഞ മറുപടിയാണ്. കഴിഞ്ഞു. സോ ക്യാപിയർ ജെല്ലിപ്പാറ, ഉത്തരം അറിയാം? അറിയാം. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. പിശാചുക്കൾ ആകാശത്ത് നിന്ന് നിബദിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കേണ്ട. പിശാചുക്കൾ നിങ്ങൾ കീഴ്പ്പെടുന്നു എന്നുള്ളതല്ല കാര്യം. പകരം
നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യമെന്നാണ് ഈശോ അവരോട് മറുപടി പറഞ്ഞത്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മണ്ണാർക്കാട്, എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഉത്തരം ശരിയാണ്. മലമ്പുഴ, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ടീം മലമ്പുഴ, ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് 2 പേർക്കും ലഭിക്കുന്നു 20 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. സ്വർഗരാജ്യത്തിൽ പേരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ ഈ മത്സരത്തിൻ്റെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയിയാവുക എന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് സ്വർഗരാജ്യത്തിൽ പേരുണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മത്സരത്തിൽ ജയിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കേണ്ട. വചനം പഠിക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പേരുണ്ടാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ, എനിക്ക് വ്യക്തിപരമായിട്ടാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് റോദ എന്നൊരു വേലക്കാരി. പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിനെ തുടർന്ന് മർക്കോസിൻ്റെ ഭവനത്തിൽ സഭാ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വിശുദ്ധ പത്രോസ് അവിടേക്ക് ചെല്ലുകയാണ്, ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. വാതിലിൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി അടുത്തേക്ക് വന്നു. വളരെ പെട്ടെന്ന് ഇവൾക്ക് പത്രോസിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റി. അവിടെയാണ് രസകരമായ ഒരു കാര്യം. ഈ സ്വരം തിരിച്ചറിഞ്ഞ് ആഹ്ലാദഭരിതരായിട്ട് ഇവൾ, ആദ്യത്തെ മാർപ്പാപ്പയുടെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ആഹ്ലാദഭരിതയായിട്ട് ഇവൾ വാതിൽ തുറക്കുന്ന കാര്യം കൂടെ മറന്നിട്ടാണ് ഓടിച്ചെന്ന് അകത്തിരിക്കുന്നവരോട് പറയുന്നത്, ദേ പത്രോസ് വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, പത്രോസ് വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അവൾ തറപ്പിച്ചു പറഞ്ഞു, അല്ല എനിക്കത് അറിയാം, പത്രോസിൻ്റെ തന്നെ സ്വരമാണ് എന്നവൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വീണ്ടും തറപ്പിച്ച് പറയുകയാണ്, അത് പത്രോസ്ലീഹ തന്നെയാണ്. ആ സമയത്ത് അവരുടെ മറുപടി എന്തായി? ഉത്തരം പറഞ്ഞാൽ ഇവർക്കൂടെ എഴുതാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. എഴുതി. ക്യാബിയർപ്പൻ, ചിമ്മണ്ണാർക്കാട്, നിങ്ങൾ 1 സെക്കൻഡ് മുൻപ് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്കതൊരു സഹായമായേനെ. അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം വചനം ദൈവം നമുക്ക് തന്ന സൗജന്യ ദാനമാണല്ലോ. കുറച്ച് പോയിന്റുകളൊക്കെ സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഉത്തരം പറയും. അപ്പോൾ മറിയം പറഞ്ഞത് അത് അവന്റെ കാവൽദൂതനായിരിക്കുമെന്നാണ്. അത് പത്രോസിന്റെ കാവൽദൂതനായിരിക്കുമെന്നാണ്. കാവൽദൂതൻ എന്ന് പറഞ്ഞാൽ കവൽമാലാഖ. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽമാലാഖമാരുണ്ട്, കവൽമാലാഖയുണ്ട് നമ്മളെ സംരക്ഷിക്കാനും ഒക്കെ. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനം. മലമ്പുഴ, കാവൽദൂതനായിരിക്കുമെന്നാണ്. കാവൽദൂതനായിരിക്കുമെന്നാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. അങ്ങനെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഇവരുടെ സ്കോർ ബോർഡ്? ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമുകളും നേടിയിരിക്കുന്നത് 70 പോയിന്റ്സ് വീതമാണ്. ഒരു ചോദ്യത്തിന് സാധാരണഗതി ലഭിക്കുന്നത് 30 പോയിന്റാണ്. ബസർ ചെയ്തിട്ട് ഉത്തരം പറയാതിരുന്നാൽ അഥവാ തെറ്റിച്ചാൽ 10 പോയിന്റ് ക്വിസ് മാസ്റ്റർ തിരിച്ചെടുക്കും. ഉത്തരം അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. ലഭിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. ടീം ജെല്ലിപ്പാറയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. അറിയാതെ അമർന്നു പോയതാണോ? അല്ല, കാരണം ഞാൻ ചോദ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചോദ്യം ഏത് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? ഉണ്ട്. എങ്കിൽ ഉത്തരം പറ, കേൾക്കട്ടെ. ഉടൻ കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. ചോദ്യം പൂർത്തീകരിക്കും. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ജനക്കൂട്ടം എന്തു പറഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നതായിരുന്നു ചോദ്യം. ജെല്ലിപ്പാറയുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടുകയാണ് ടീം മണ്ണാർക്കാട്. ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ ദൈവത്തിന് മഹത്വം നൽകാത്തത് കൊണ്ട് ഒരു ദൂതൻ അടിച്ചു വീഴ്ത്തി. അല്ലേ? ഒരു മനുഷ്യനെ ദൈവമായി വിളിക്കുന്നത് അത് ദൈവദൂഷണമാണ്. ടീം മണ്ണാർക്കാട്,
നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറ, കുട്ടികൾക്കൊക്കെ ചോദ്യം ഇടുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ചോദ്യം കേട്ടിട്ട് വേണം ഉത്തരം പറയാൻ. അതാണ് ഇവിടെ പറ്റിയത്. ചോദ്യം കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ ആ കോൺഫിഡൻസിന് ഞാൻ അഭിനന്ദിക്കുന്നു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ വില 10 പോയിന്റുകളാണ് തരണം. അങ്ങനെ ക്വിസ് മാസ്റ്ററും സ്കോർ ബോർഡ് തുറന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം. ദൈവം വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം പ്രഘോഷിച്ചവരാകട്ടെ പ്രവേശിച്ചിട്ടുമില്ല. എന്തു കാരണത്താലാണ് അവർ? ചിംജലിപ്പ ഉത്തരം അറിയാം അല്ലേ? ഇത്തവണ തെറ്റുമോ? ഇത്തവണയും നിങ്ങൾ ചോദ്യം മുഴുവനും കേട്ടില്ലല്ലോ. ധൈര്യമുണ്ട്, പറയൂ. അനുസരണക്കേട് മൂലമാണ് മുൻപ് സുവിശേഷം ശ്രവിച്ചവർക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നത്. ചോദ്യം പൂർത്തീകരിക്കാം. ദൈവം വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം പ്രഘോഷിച്ചവരാകട്ടെ പ്രവേശിച്ചിട്ടുമില്ല. എന്ത് കാരണത്താലാണ് അവർ പ്രവേശിച്ചിട്ടില്ലാത്തത്? ഉത്തരം അവരുടെ അനുസരണക്കേട് മൂലമെന്നാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടിയത്. അനുസരണക്കേട് എന്ന് പറയുന്നത് ചെറിയൊരു പാപമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഘോഷിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള തിന്മ അനുസരണക്കേടാണ്. അനുസരണക്കേടിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആദിമാതാപിതാക്കൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടത്. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ എന്തായി മാറും? ടീം മണ്ണാർക്കാട്. ടീം മണ്ണാർക്കാടാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാലേ? പറഞ്ഞു. അവിടുത്തെ ഭവനമായി തീരും. ഉത്തരം ശരിയാണ്. അവിടുത്തെ ഭവനമായി മാറും നമ്മൾ എന്നാണത്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നാം പോകുന്നത്. ഈ 30 പോയിന്റുകൾ ആർക്കുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. ഈശോ പിശാചിനെ പുറത്താക്കുന്നത് അവയുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് എന്ന് ജനം കുറ്റമാരോപിച്ചു. ഈശോ അതിന് ശക്തമായ മറുപടി കൊടുത്തു. അന്തഛിദ്രമുള്ള ഒരു രാജ്യവും നിലനിൽക്കുകയില്ല എന്നും പിശാച് ഒരിക്കലും പിശാചിനെതിരെ തിരിയുകയില്ല എന്നും ഈശോ പ്രസ്താവിച്ചു. ഞാൻ എങ്ങനെ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിലാണ് ദൈവരാജ്യം. ആരാണ്? ടീം മണ്ണാർക്കാട്. ടീം മണ്ണാർക്കാട്, നിങ്ങളാണ് ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് വീണ്ടും ബസർ ചെയ്തത്. ഉത്തരം പറയും. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ. ചോദ്യം ഇതാണ്, ഞാൻ എങ്ങനെ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിലാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞത്. നിങ്ങളുടെ ഉത്തരം ദൈവകരം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ എന്നതായിരുന്നു അല്ലേ? ആ ഉത്തരം ശരിയാണ്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്, പൂർണ്ണമാവുകയാണ്. എന്താണ് സ്കോർ നിലയെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. കാരണം ആദ്യത്തെ റൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ റൗണ്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സ്കോർ നിലയിൽ. സ്കോർ ബോർഡ് പ്ലീസ്. ടീം മലമ്പുഴ നേടിയിരിക്കുന്നത് 70 പോയിന്റ്സ്. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 90 പോയിന്റ്സ്. ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നത് 150 പോയിന്റ്സ്. ചിത്രമാണ് ചോദ്യം. അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഉത്തരം. ഒരു ചോദ്യത്തിന് ലഭിക്കാവുന്നത് 30 പോയിന്റുകളാണ്. ഉത്തരം അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. 20 പോയിന്റുകൾ നൽകുകയും ചെയ്യും. ചോദ്യം ആരംഭിക്കുന്നത് ടീം ജെല്ലിപ്പാറയിൽ നിന്നാണ്. ജെല്ലിപ്പാറ, നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? എവിടെ നിന്നൊക്കെയാണ് ചിത്രങ്ങൾ കണ്ടത്? സൺഡേ ശാലോമിലെ മാത്രം. അതിൽ നിന്നാണോ ചോദ്യം വരാൻ പോകുന്നത്? അതറിയില്ല. നമുക്ക് അറിഞ്ഞുകൂടാ. ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്?
അവർ രാജാക്കന്മാരെ എല്ലാം ഹെർമാഗദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ആ ചിത്രം അതല്ലായിരുന്നു. ടീം മണ്ണാർക്കാട്, എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്? അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതാണ് കണ്ടത്. അതാണ് കണ്ടത്. ഉത്തരം ശരിയല്ലല്ലോ. ടീം മലമ്പുഴ, 2 പേരെ വീതം അയക്കുന്നത്. ഉത്തരം ശരിയാണ്. ഈശോ 72 പേരെ 2 പേരെ വീതമായി അയക്കുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ആ ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, 2 പേർ വീതം പല പ്രദേശങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് ആ ചിത്രത്തിലുള്ളത്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീം മണ്ണാർക്കാടിനുള്ളതാണ് ഈ ചോദ്യം. വിഷ്വൽ. ഏത് ഉപമയുടെ ചിത്രീകരണമാണ് ഈ ഐക്കൺ? ശിഷ്യന്മാരെ അയച്ചിട്ട് രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ആ സംഭവമാണ് അതിനകത്ത് കണ്ടതെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ടീം മലമ്പുഴ, ഏതാണ് ആ ചിത്രം? നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഉത്തരം ശരിയാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലെ വിവിധ മുഹൂർത്തങ്ങളാണ് ആ ഐക്കണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ടീം മലമ്പുഴ, നിങ്ങൾ ചിത്രം പരിശോധിക്കുന്നതിൽ വിദഗ്ധരാണല്ലോ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മണ്ണാർക്കാട്, അങ്ങനെ ഒരു ആശയം തോന്നിയില്ലായിരുന്നു? തോന്നി, പക്ഷെ കുറെ പേരെ കണ്ടതുകൊണ്ട് അത് ഇവരെല്ലാവരും ഇതിനകത്തുള്ളതാണെന്ന് വിചാരിച്ചു അല്ലേ? ഒരു ഉപമയുടെ വിവിധ വശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ടീം മലമ്പുഴ, നിങ്ങൾക്കുള്ളതാണ് അടുത്ത ചോദ്യം. റെഡിയാണ്? കഴിഞ്ഞ 2 ചോദ്യങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളതിൻ്റെ പറയുമോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. വിഷ്വൽ. ഈ ഐക്കണിൽ കാണുന്ന വ്യക്തി ആരാണ്? ഉത്തരം പറയും. ആരാണ്? യോഹന്നാൻ ആണ് എന്നതായിരുന്നു ഉത്തരം. നിർഭാഗ്യവശാൽ മറ്റുള്ളവരുടെ പോയിന്റുകൾ നേടിയെടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം തെറ്റിയിരിക്കുകയാണ്. ജെല്ലിപ്പാറ, ഉത്തരം പറയൂ. യോനാ പ്രവാചകനാണത്. യോനാ പ്രവാചകനാണ്. മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിത്രമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ജെല്ലിപ്പാറ, നിങ്ങളാണ് ഇവരെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്. കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റം നിങ്ങളുടെ ടീമിന് വേണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? കുറച്ചുകൂടി ഒരു ജാഗ്രത പഠിത്തത്തിൽ വേണം. അതുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? ഈ ലാസ്റ്റ് വീക്കില്, അവസാന വീക്കിൽ മാത്രം ഒരുമിച്ചിരുന്നു? ഒരുമിച്ച്. ഏത് ചോദ്യവും എല്ലാവർക്കും അറിയാം? എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിലേക്ക് പോകാം. ചോദ്യം. ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈപ്പാക്യം സ്ഥാനമൊഴിയുന്ന പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച പുതിയ മെത്രാൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ ഈ പിതാവ് പ്രശസ്തനാണ്. ആരാണ് ഈ പിതാവ്? ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ. ഉത്തരം ശരിയാണ്. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പിതാവാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട വ്യക്തി. അദ്ദേഹം ഏത് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്? തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെയാണ്. ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മണ്ണാർക്കാട്, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഹെൽപ്പ് ഡെസ്ക് ആണ് നിങ്ങൾ. വിഷ്വൽ. ഹംഗേറിയൻ വംശജയായ 90 വയസ്സുള്ള എഴുത്തുകാരിയാണ് ചിത്രത്തിൽ. ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനമായ ജനുവരി 27-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പേപ്പൽ വസതിയായ സാന്താ മാർത്തയിൽ സന്ദർശിക്കുന്നതാണ് ചിത്രം. ഓഷ്വിറ്റ്സിലെ നാസി തടങ്കൽ പാളയത്തിൽ നിന്ന് മോചിതരായവരിൽ അവശേഷിക്കുന്ന വനിതയാണ്. ആരാണ് ഇത്? ഈഡിത്ത് ബ്രൂക്ക്. ഉത്തരം ശരിയാണ്. അത് ഈഡിത്ത് ബ്രൂക്ക് ആണ്. ടീം മണ്ണാർക്കാട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനം. മലമ്പുഴ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. വിഷ്വൽ. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോറിൽ നിന്ന്
വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന 4 രക്തസാക്ഷികളാണ് ഇവർ. ഇവരിൽ എത്ര വൈദികർ, എത്ര അൽമായർ? 2 വൈദികർ, 2 അൽമായർ. അതെങ്ങനെ മനസ്സിലായി? പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം ശരിയാണ്. 2 വൈദികരും 2 അൽമായരും 4 രക്തസാക്ഷികൾ. അവരാണ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഒരുമിച്ച് ഉയർത്തപ്പെടുന്നത്. അഭിനന്ദനങ്ങൾ ടീം മലമ്പുഴ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ എന്താണ് സ്കോർ നിലയെന്ന് നമുക്ക് അന്വേഷിക്കാം. മലമ്പുഴ നേടിയിരിക്കുന്നു 140 പോയിന്റ്സ്. ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 140 പോയിന്റ്സ്. മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 180 പോയിന്റ്സ്. ഈ മത്സരത്തിൽ പരിശോധിക്കപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള നിങ്ങളുടെ പരിചയമാണ്, ഫെമിലിയാരിറ്റിയാണ്. ചോദ്യത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനം പറയും, അഥവാ ഒരു വചനത്തിൻ്റെ ഭാഗം പറയും. നിങ്ങൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്തണം. കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ വിരൽ വയ്ക്കണം. എന്നിട്ട് അതിന് തൊട്ട് മുൻപുള്ള വചനം വായിച്ച് കേൾപ്പിക്കണം. 30 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുക. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. ഇനി നിങ്ങളൊരു 20 സെക്കൻഡിനുള്ളിൽ പറയുകയാണെന്ന് കരുതുക. ക്വിസ് മാസ്റ്റർ സ്വന്തം നിലയ്ക്ക് ഒരു 10 പോയിന്റ് സമ്മാനം കൂടി തരും. അങ്ങനെ 40 പോയിന്റ് വരെ നേടാനുള്ള അവസരമുണ്ട്. നമുക്ക് ആരംഭിക്കാം. മണ്ണാർക്കാട്, നിങ്ങൾക്കാണ് ചോദ്യം. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. ആറ് സെക്കൻഡ് കൂടി. 2, 1. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. മണ്ണാർക്കാട്, 1 സെക്കൻഡിനാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. 1 സെക്കൻഡ്. അഭിനന്ദനങ്ങൾ മണ്ണാർക്കാട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 30 പോയിന്റുകൾ. ടീം മലമ്പുഴ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല. ഉത്തരം ശരിയാണ് ടീം മലമ്പുഴ. നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 പോയിന്റുകൾ മാത്രമല്ല, സമയത്തിന് മുൻപേ പറഞ്ഞതുകൊണ്ട് 10 പോയിന്റ് സമ്മാനവും കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹരായിരിക്കുകയാണ് മലമ്പുഴ. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് വചനത്തിൻ്റെ സ്ഥലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നല്ല പരിചയമാണ്. ഏകദേശമൊക്കെ മനസ്സിലായി. നല്ല പരിചയമാണ് അല്ലേ? വചനം കാണാതെ അറിയാമെന്നുള്ളത് മാത്രമല്ല, ഇതെവിടെയാണ് കിടക്കുന്നതെന്ന് പെട്ടെന്ന് എടുക്കാനും പറ്റും. പറ്റുമെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. അവൻ്റെ പാദരക്ഷ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ്റെ പാദരക്ഷ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു, അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ടീം ജെല്ലിപ്പാറ, അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളത് പെട്ടെന്ന് കേട്ടാൽ തോന്നുന്നത് സുവിശേഷത്തിനകത്താണ് എന്നാണ് അല്ലേ? അല്ല, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റ് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുകൊണ്ട് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ഹെൽപ്പ് ഡെസ്കിന് കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു മത്സരമാണ് ഇത്. ട്രഷർ ഹണ്ടിങ് ആണ് നമ്മുടെ റൗണ്ട്.
നിങ്ങൾക്കുള്ള ചോദ്യം ഇങ്ങനെയാണ്. ഒരു വചനഭാഗത്തെ ഞാൻ വാക്കുകളായി തിരിച്ച് ഭാഗങ്ങളായി മുറിച്ച് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ടീമിനെ വിളിക്കുമ്പോൾ അവർ ഇവിടേക്ക് വരും. എന്നിട്ട് ആ ഭാഗങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം കണ്ടെത്തും. എന്നിട്ടത് ഈ ബോർഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് വായിക്കാൻ കഴിയുന്നത് പോലെ ഡിസ്പ്ലേ ചെയ്യും. 1 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സമയം. ആ സമയം കൊണ്ട് നിങ്ങളത് ഡിസ്പ്ലേ ചെയ്ത് തീർത്തതിന് ശേഷം മൈക്കെടുത്ത് അത് വായിച്ച് കേൾപ്പിക്കും. മണ്ണാർക്കാട്, ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ എപ്പോഴേലും ചെയ്തിട്ടുണ്ടോ? വചനത്തിൻ്റെ ഒരു ഭാഗം കണ്ടാൽ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റും. നോക്കാം, വാ, വരൂ. നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. മുപ്പത് സെക്കൻഡ് കൂടി. അഞ്ച് സെക്കൻഡ് കൂടി. 3, 2, 1. ടൈം ഔട്ട്. നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ചെറുതായിട്ടൊരു എന്തോ ഒരു ചേഞ്ച് വരുത്താൻ ഈ വചനത്തിനകത്തില്ലാത്ത 2 വാക്കുകളും അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്കൊരു 10 സെക്കൻഡ് കൂടി ഞാൻ തരികയാണെന്ന് കരുതുക. നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 10 പോയിന്റാണ്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഇതൊരു ചലഞ്ചാണ്. ഏറ്റെടുക്കുന്നു? ഇല്ല, ഏറ്റെടുക്കുന്നില്ല. പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? പൂർത്തീകരിക്കാനും വായിക്കാനും കൂടി 10 സെക്കൻഡ് പോരാ. ശരി, 10ാമത്തെ സെക്കൻഡിൽ വായിച്ച് തുടങ്ങിയാൽ മതി. വായിച്ച് കഴിയേണ്ട ആവശ്യമില്ല. ചലഞ്ച് ഏറ്റെടുക്കുന്നു? നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റുകളിലേക്ക് പോകാം. ഇവർ പൂർത്തിയാക്കാൻ ശ്രമിച്ച വചനം ഇങ്ങനെയാണ്. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്തു പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മലമ്പുഴ, നിങ്ങൾ റെഡിയാണ്? വരൂ. നിങ്ങൾ തയ്യാറാണ്? എങ്കിൽ ഇതാ നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. സെക്കൻഡ് കൂടി. പത്ത് സെക്കൻഡ് കൂടി. ടൈം ഔട്ട്. നിങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞില്ല. ഇല്ല. നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാം. 10 സെക്കൻഡ് തന്നാൽ നിങ്ങൾ പൂർത്തീകരിക്കുമെങ്കിൽ 10 പോയിന്റ് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾ ആ ചലഞ്ച് എടുക്കണം? ഇല്ല. ചലഞ്ച് എടുക്കുന്നില്ല. പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വചനം പൂർണ്ണമായി അറിയാമോ? ഹെറോദോസ് അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ അവരുടെ വിചാരണ ചെയ്യുകയും കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെയാണോ നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല. വചനം നിങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ നിങ്ങൾ ക്രമീകരിച്ചില്ല. സാരമില്ല, നമുക്ക് മടങ്ങാം നമ്മുടെ സീറ്റുകളിലേക്ക്. അടുത്തത് ജെല്ലിപ്പാറയുടെ അവസരമാണ്. വരൂ.
നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. തുടങ്ങാം. എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. അഭിനന്ദനങ്ങൾ ടീം ജെല്ലിപ്പാറ, അഭിനന്ദനങ്ങൾ. ഇവർ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു. വളരെ കുറഞ്ഞ സമയത്തിനകത്ത് അത് അടുക്കി പൂർത്തിയാക്കി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? വചനം പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുള്ളതാണല്ലോ, പക്ഷെ പലർക്കും അത് പറ്റുന്നില്ല. നിങ്ങൾ എന്താണ് അതിൻ്റെ കൂടെ ചെയ്തത്? ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ഞങ്ങൾ ഓരോരുത്തരിങ്ങനെ പല ഭാഗങ്ങൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ചെയ്തു കൊടുത്തു. പറയാൻ ആൾക്കാരുണ്ടായിരുന്നു, എടുത്തു വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, ഒന്നിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. സീറ്റുകളിലേക്ക് പോകാം. ട്രഷർ ഹണ്ട് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ 3 ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവരുടെ സ്കോർ നില പരിശോധിക്കാം. ടീം മലമ്പുഴയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 180 പോയിന്റ്സ്. ടീം ജെല്ലിപ്പാറ 210 പോയിന്റ്സ്. ടീം മണ്ണാർക്കാട് 210 പോയിന്റ്സ്. മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 3നും നിങ്ങൾ വില കൊടുക്കേണ്ടതുണ്ട്. ചോദ്യങ്ങളെല്ലാം CCCയിൽ നിന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ടീം മലമ്പുഴ, ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ മത്സരിക്കുന്നു. നിങ്ങൾ മത്സരിക്കുകയാണ്. ചോദ്യം എടുക്കുവാണോ? എടുത്തോളൂ. മലമ്പുഴ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. 30 പോയിന്റിന്റെ ചോദ്യം. പ്രാചീന പാരമ്പര്യപ്രകാരം വിശുദ്ധ ലിഖിതത്തിന് 2 തരം അർത്ഥതലങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട്. ഏതൊക്കെയാണവ? വാചികവും ലിഖിതവും. വാചികാർത്ഥങ്ങളും ലിഖിതാർത്ഥങ്ങളും. ധാർമ്മിക. ആലോചിച്ച് ഒരിക്കൽ മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. വാച്യാർത്ഥവും ആധ്യാത്മിക അർത്ഥവും അറിയാവുന്നതാണ്. ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ സമയം തന്നേനെ. പക്ഷെ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടിയില്ല, പരസ്പരം ആലോചിച്ചില്ല, നേരിട്ട് ഉത്തരം പറഞ്ഞു. നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ശാന്തമായിരുന്ന് ആലോചിക്കേണ്ടത്. ഇതൊരു ടീം വർക്കാണ്. രണ്ടാമത്തെ ചോദ്യം എടുത്താലോ? എടുക്കാം. 40 പോയിന്റുകളാണ് നിങ്ങൾ രണ്ടാമത് കൈവിട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പരസ്പരം ആലോചിച്ചൊക്കെയാണോ പറയാൻ പോകുന്നത്? അതെ, ആണ്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. ക്രിസ്തു ആരെയാണ് ദൈവിക രഹസ്യങ്ങൾ ഭരമേൽപ്പിച്ചത്? സഭയെ. രണ്ടാമത്തേതായിരുന്നു ഉത്തരം. പക്ഷേ ആദ്യത്തെ ഉത്തരമേ ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്വീകരിക്കാൻ പറ്റും. അത് തെറ്റായിരുന്നു. ഒരല്പം കൂടി ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റുകൾ ലഭിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ ചെറിയ അശ്രദ്ധ കൊണ്ട് വീണ്ടും ഈ പോയിന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുക. സങ്കടമായോ? കരയോ? ഇല്ല, കരയില്ല. ഇല്ല. ശരി, അടുത്തത് 100 പോയിന്റിന്റെ ചോദ്യമാണ്. 50 പോയിന്റ് തരേണ്ടി വരും. തരുന്നു? കിട്ടിയത് രണ്ടും തിരിച്ചു കിട്ടും. കൊടുത്തേക്കാം. അതുപോലെ ഏറ്റവും കുറവായി പോകുന്നവരായിക്കോട്ടെ. കൊടുത്തേക്കാം. അത് മത്സരിക്കാനുള്ള ഒരു ആവേശമാണ്, സന്തോഷമാണ്. ഇതിന്റെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. 100 പോയിന്റിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മിക വ്യാഖ്യാനം സഭയ്ക്ക് നൽകുന്നത് ആരാണ്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മിക വ്യാഖ്യാനം
സഭയ്ക്ക് നൽകുന്നത്? പരിശുദ്ധാത്മാവ്. ഉത്തരം ശരിയാണത്. പരിശുദ്ധാത്മാവാണ്. ടീം മലമ്പുഴ 3 ചോദ്യങ്ങളും എളുപ്പമുള്ളതായിരുന്നു. അറിയാവുന്നതായിരുന്നു. എല്ലാം അറിയാവുന്നതുമായിരുന്നു. ഇത്തവണ ആ ശ്രദ്ധ വരാതെ നിങ്ങൾ ശ്രമിച്ചു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഗോൾഡൻ പോയിന്റ്സ് 100 മാർക്കുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ജെല്ലിപ്പാറയുടേതാണ്. ജെല്ലിപ്പാറ, നിങ്ങളുടെ സ്ഥിതി എന്താണ്? 2ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. 2ാം സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. ഈ ചോദ്യങ്ങൾ എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലപ്പോൾ മുന്നിൽ കയറും, ചിലപ്പോൾ ഒന്നിലേക്ക് കയറും. അല്ല ഇപ്പം ഒരേപോലെ പോയിന്റ് നിൽക്കുന്നത്. പുറത്തു പോകാൻ ഇടയുണ്ടോ? ഇല്ല. അതിനും സാധ്യതയുണ്ട്. പുറത്തു പോകാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ? കാരണം ഒരു ടീം കൂടി ഇനി ബാക്കിയുണ്ട്. നിങ്ങളുടെ ആലോചിച്ചുറപ്പിച്ചുള്ള വിവേകപൂർണമായ തീരുമാനം എന്താണ്? ചോദ്യം എടുക്കണമെന്നാണോ വേണ്ടെന്നാണോ? എടുക്കണം. തന്നോളൂ. ചോദ്യം ഇതാണ്: ദൈവവചനത്തെ ശരിയായും സത്യസന്ധമായും തെറ്റുകൂടാതെയും വ്യാഖ്യാനിക്കാനുള്ള അവകാശവും ചുമതലയും ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? വചനത്തെ ശരിയായും സത്യസന്ധമായും തെറ്റുകൂടാതെയും വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അവകാശവും ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? സഭയുടെ അപ്പസ്തോലിക പ്രബോധനാധികാരത്തിന്. ഉത്തരം ശരിയാണ്. തിരുസഭയുടെ പ്രബോധനാധികാരത്തിന് എന്നതാണ് അതിൻ്റെ ഉത്തരം. ആശങ്കയുണ്ടായിരുന്നോ? ശരിയാവുമെന്ന് സംശയമുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഈ സഭയുടെ പ്രബോധനാധികാരം എന്ന് പറഞ്ഞത്? ആരിലായിരിക്കുന്നത്? മാർപ്പാപ്പയോടും അദ്ദേഹത്തോട് ഐക്യപ്പെട്ട് കഴിയുന്ന മെത്രാൻമാർക്കും. അതന്നെ, മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘത്തിനാണ് ഈ പ്രബോധനാധികാരമുള്ളത്. നിങ്ങൾക്ക് ഉത്തരം അറിയാം, അത് വിശദമായി അറിയാം. ജെല്ലിപ്പാറ, നിങ്ങൾ അർഹിക്കുന്ന പോയിന്റുകൾ 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ജെല്ലിപ്പാറ, 2ാമത്തെ ചോദ്യത്തിന്റെ വില 40 പോയിന്റാണ്. അത് കളയണോ? വേണ്ട. ചോദ്യം എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. എങ്കിൽ തന്നോളൂ. ചോദ്യം ഇതാണ്: തിരുസഭ എവിടെയാണ് ദൈവവചനത്തിന്റെ ജീവൽ സ്മരണ പുലർത്തുന്നത്? തിരുസഭ എവിടെയാണ് ദൈവവചനത്തിന്റെ ജീവൽ സ്മരണ പുലർത്തുന്നത്? ഹെൽപ്പ് ഡെസ്ക് കൊടുക്കും. സഹായം കിട്ടിയെങ്കിൽ, അത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉത്തരം പറയാം. പഴയ നിയമം. ഉത്തരം തെറ്റാണല്ലോ ജെല്ലിപ്പാറ. ഉത്തരം തെറ്റാണ്. തിരുസഭ എവിടെയാണ് ദൈവവചനത്തിന്റെ ജീവൽ സ്മരണ പുലർത്തുന്നത് എന്നാണ്, നിലനിർത്തുന്നത്? എവിടെയാണത്? തിരുസഭയുടെ സജീവ പാരമ്പര്യത്തിലാണ്. സഭയുടെ പാരമ്പര്യത്തിലാണല്ലോ വചനം അനുസ്മരിക്കപ്പെടുന്നത് അല്ലേ? എളുപ്പമുള്ള ചോദ്യമായിരുന്നു, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 40 പോയിന്റുകൾ നഷ്ടപ്പെട്ടു പോയി. അതൊരു കാര്യമാക്കണ്ട. ഒരു 100 പോയിന്റ് വേണ്ടി ശ്രമിച്ചാലോ? ശ്രമിക്കാൻ പോവുകയാണ്. 50 പോയിന്റ് പോയാലോ? എടുക്കുകയാണ്. തന്നോളൂ. $50 പോയിന്റുകളാണ്. ഇതുകൂടി പോയാൽ എന്ത് സംഭവിക്കും? പുറത്താകുമായിരിക്കും. എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും വലിയ റിസ്ക് എടുത്തത്. ഭയമുണ്ട്, ചെറുതായിട്ട് ആശങ്കയുണ്ട്. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം, എന്തിനെ സൂചിപ്പിക്കുന്ന പരാമർശമാണ്? ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഉത്തരം ശരിയാണ്. ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അനന്യവചനം. അത് ഈശോ തന്നെയാണ്. നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, 100 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ജെല്ലിപ്പാറ, ഒരാശ്വാസമൊക്കെ ആയല്ലേ? ഈ 100 പോയിരുന്നെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ ഇടിച്ച് ശരിയാക്കിയാനെ അല്ലേ? കൊള്ളാം. നമ്മൾ പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ടീം മണ്ണാർക്കാട്, നിങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്? സേഫാണോ? സേഫാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ 2 ടീമുകളും ഇപ്പം ടൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം മാർക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മാർക്കൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലേ? എഴുതി വെക്കുന്നുണ്ട്. ഒരു വലിയ റിസ്കിന്റെ മുൻപിലാണ് നിങ്ങൾ. അതെ. എടുക്കുകയും പോയിന്റ് പോവുകയും ചെയ്താൽ ഔട്ടായി പോകാനുള്ള സാധ്യതയാണ്. പുറത്താകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഭയമുണ്ടല്ലേ?
മണ്ണാർക്കാട്, നിർണായകമാണ് നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് വിജയപരാജയം ഇരിക്കുന്നത്, നിങ്ങളുടെ അറിവിനെ പോലുമല്ല. നിങ്ങൾ എന്താണ് തീരുമാനിക്കാൻ പോകുന്നത്? 3 ചോദ്യങ്ങളാണുള്ളത്. ധൈര്യപൂർവ്വം എടുത്ത പോയിന്റ് നേടണോ അതോ ഭയപ്പെട്ട് പിന്മാറണം? ക്വസ്റ്റ്യൻസ് എടുക്കുവാണ്. എടുക്കാൻ പോവുകയാണ്. അതെ, എടുക്കാം, നോക്കാം. മണ്ണാർക്കാട്, ചോദ്യം ഇതാണ്: എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്? അഥവാ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പ്രേരണയുടെ ഉറവിടമെന്ത്? ദൈവാത്മാവിന്റെ പ്രേരണയാൽ. ദൈവാത്മാവിന്റെ പ്രേരണയാലാണ് ദൈവം പ്രേരിപ്പിക്കപ്പെട്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? മണ്ണാർക്കാട്, ആലോചന ഹെൽപ്പ് ഡെസ്കിനോട് ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടപ്പെട്ടിരിക്കുക. ഉത്തരം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ മറ്റാരും പ്രേരിപ്പിക്കേണ്ടതില്ല. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ സ്വയമല്ല, സ്വന്തം നന്മയാൽ പ്രേരിതനായാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതായത് മനുഷ്യാവതാരത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് ദൈവത്തിന് വേറെ ആരുടെയും നിർബന്ധമില്ല. സ്വന്തം നന്മ തന്നെയാണ് തന്നെ തന്നെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രേരകമായി തീർന്നത്. അല്പം ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി അല്പം പരിങ്ങില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എടുക്കുവാണ്. ചോദ്യം എടുക്കുവാണ്. തിരിച്ചു കയറാമെന്നുള്ളതാണ് പ്രതീക്ഷ അല്ലേ? അടുത്ത ഉത്തരം ശരിയായാൽ നിങ്ങൾ മുൻപിലേക്ക് കയറും. കാരണം 40 പോയിന്റിന് പകരം കിട്ടാൻ പോകുന്നത് 80 പോയിന്റ്. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവിന് വിധേയമായി വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് 2-ാം വത്തിക്കാൻ കൗൺസിൽ 3 മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും ഉള്ളടക്കത്തിലും ഏകദാനതയിലും ശ്രദ്ധ പതിപ്പിക്കുക. അതാണ് ഉത്തരം. ടീം മണ്ണാർക്കാട്, നിങ്ങൾ നേടിയിരിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് ആ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ സമഗ്രതയിൽ ശ്രദ്ധ പതിപ്പിക്കണം. ഒരു ഭാഗം മാത്രമായിട്ട് എടുത്ത് വായിച്ചാൽ വചനത്തിൻ്റെ ഉള്ളർത്ഥം, അതിൻ്റെ പൂർണ്ണാർത്ഥം, ശരിയായ അർത്ഥം വെളിപ്പെടുകയില്ല. അതിൻ്റെ സമഗ്രതയിലാണ് ഓരോ പുസ്തകത്തിൻ്റെയും ഓരോ വചനഭാഗത്തിൻ്റെയും അർത്ഥം അടങ്ങിയിരിക്കുന്നത്. ആശ്വാസമായോ? വല്ലാത്ത ആശ്വാസമായി. വല്ലാത്ത ആശ്വാസമായില്ല. അടുത്തതെടുത്താൽ 50 പോയിന്റ് എനിക്ക് നിങ്ങൾ തരേണ്ടി വരും. തെറ്റിയാൽ അത് പോകും. ശരിയാക്കിയാൽ 100 കിട്ടാൻ പോകുന്നത്. ഏത് വേണം? 2 സാധ്യതകളാണ് മുൻപിലുള്ളത്. എടുക്കുന്നു. ഇതൊരു ഉചിതമായ തീരുമാനമാണോ? ശ്രമിക്കാം. തന്നോളൂ. ടീം മണ്ണാർക്കാട്, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുന്നിലായിരുന്നു അല്ലേ? ആയിരുന്നു. 50 തിരിച്ചു തന്ന് നിങ്ങൾ വീണ്ടും പുറകിലേക്കായിരിക്കുകയാണ്. ഉത്തരം ശരിയായാൽ മാത്രം നിങ്ങൾ മുന്നിലേക്ക് കയറും, അല്ലെങ്കിൽ പുറകിൽ തന്നെയായിരിക്കും. തീരുമാനം ഉചിതമായിരുന്നുവെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. ശരി. നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് ഈ ചോദ്യം. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തത്വമാണ് വിശ്വാസ സാധർമ്മ്യം. അതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? വിശ്വാസ സാധർമ്മ്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിശ്വാസികൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കൃത സത്യങ്ങൾ തമ്മിലുമുള്ള സമന്വയമാണ് വിശ്വാസ സാധർമ്മ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ശരിയാക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് തരും, ഇല്ല തരില്ല. പൂർത്തീകരിച്ചു. 5 സെക്കൻഡുകൾ. വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കൃത സത്യങ്ങളുമായുള്ള ആവിഷ്കരണം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മണ്ണാർക്കാട്, നിങ്ങൾ കടന്നുപോയത് വലിയൊരു റിസ്കിലൂടെയാണ്. പക്ഷേ നിങ്ങൾക്കത് കിട്ടി. 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും വിശ്വാസത്യങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്, അവയ്ക്ക് തമ്മിലൊരു ബന്ധമുണ്ട്. അവയ്ക്ക്
ദൈവാവിഷ്കരണ പദ്ധതിയോട്, രക്ഷാകര പദ്ധതിയോടൊരു ബന്ധമുണ്ട്. അവ തമ്മിലുള്ള സമന്വയത്തെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. റൗണ്ട് മാത്രമല്ല, ഈ മത്സരവും ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ആരാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ 160 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം മലമ്പുഴ, 250 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം ജല്ലിപ്പാറ, 270 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം മണ്ണാർക്കാട്. ടീം മണ്ണാർക്കാട്, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ട്. ആശ്വാസവും തോന്നുന്നുണ്ട്. ഉണ്ട്. ടീം ജല്ലിപ്പാറ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയത്? അല്ല. എന്താണ് പറ്റിയത്? ഫസ്റ്റ് റൗണ്ടിലെ ബസറിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു. അവസാനത്തെ റൗണ്ടിലോ? അവസാനത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വലിയ പരിചയമില്ലായിരുന്നു. അതുകൊണ്ടാണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 1-ാം സ്ഥാനത്തേക്ക് കയറിയ. സാരമില്ല, നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ലേ? ഉണ്ട്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരു ഭാഗ്യക്കേടായിരുന്നു. അവസാനത്തെ റൗണ്ടിൽ അറിയാവുന്നതാണേലും സംശയം വന്നുപോയി. ആ 2 ഉത്തരങ്ങൾ ശരിയാക്കിയിരുന്നെങ്കിൽ കഥയൊന്നും മാറാനും സാധ്യതയുണ്ട്. സാരമില്ല, നിങ്ങൾ പഠിക്കാതിരുന്നിട്ടല്ല, നിങ്ങൾക്കറിയാം. അതുതന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സന്തോഷമാണുള്ളത്, അഭിമാനമാണുള്ളത്. ഒരു മത്സരമാകുമ്പോൾ ഒരു ടീം പുറത്താവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. സാരമില്ല, വീണ്ടും അടുത്ത മത്സരങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയും. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. ഫെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ടീം മണ്ണാർക്കാടും ടീം ജല്ലിപ്പാറയുമാണ്. ഫെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ പുതിയൊരു എപ്പിസോഡുമായി നമ്മൾ അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടും. അതുവരെ മിശിഹായുടെ സ്നേഹം അനുഭവിക്കുക, തിരുസഭയുടെ സംരക്ഷണത്തിലായിരിക്കുക. കർത്താവായ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.